ധനുമാസ ആരംഭത്തിൽ സന്നിധാനത്ത് ഇന്ന് വന്ന് വാൻ തിരക്കായിരുന്നു. ഇന്ന് രാത്രി 8 മണിവരെ 80,000 ആളുകൾ ദർശനം നടത്തി കഴിഞ്ഞു. ഭക്തരുടെ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. മാളികപ്പുറം ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയ അയ്യപ്പ ഭക്തൻ്റെ ആരോഗ്യനിലയിൽ ആശങ്കയില്ലെന്നാണ് പോലീസ് പറഞ്ഞത്. അശ്വിൻ പാലാഴി സന്നിധാനത്ത് നിന്ന് ചേരുന്നു. അശ്വിൻ പറയൂ, ആദ്യം ഈ ചാടിയ അയ്യപ്പ ഭക്തൻ്റെ കാര്യം പറയൂ. എസ് കർണാടക സ്വദേശിയായ കുമാരസ്വാമിയാണ് ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടി സന്നിധാനത്ത് നിന്ന് മാളികപ്പുറത്തേക്ക് പോകുന്ന ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് കയറിയത്. അതിൻ്റെ മേൽക്കൂരയിലേക്ക് ചാടി കയറി 2-3 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അപ്പോഴേക്കും താഴെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു, അബദ്ധമൊന്നും കാണിക്കരുത്, തിരിച്ചിറങ്ങി വരുമെന്നൊക്കെ മലയാളികളായ സ്വാമിമാരും പോലീസുകാരും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ 2 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ ശേഷം ഇയാൾ മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. ഏകദേശം ഒരു 20 അടിക്ക് മുകളിൽ ഉയരമുള്ള ഫ്ലൈ ഓവറാണ്. സാമാന്യം നല്ല രീതിയിൽ സാരമായ രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. കൈക്കും കാലിനും ഗുരുതരമായ പരിക്കുണ്ട്. പക്ഷേ ആരോഗ്യാവസ്ഥയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല, അതായത് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ സന്നിധാനത്തെ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പമ്പയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ചെറിയ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് എന്നുള്ളതാണ് സന്നിധാനം ADM പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹവും ഈ സംഭവം നടക്കുമ്പോൾ ഈ സ്ഥലത്തുണ്ടായിരുന്നു. എന്തായാലും വലിയ അപകടമില്ലാതെ അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഒപ്പം ഇന്ന് ധനുമാസം 1-ാം തീയതിയായിരുന്നു. പുലർച്ചെ മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. 9 മണി വരെയുള്ള കണക്ക് നോക്കുമ്പോൾ 83,000-ത്തിലധികം തീർത്ഥാടകരാണ് ഇതുവരെ ദർശനം നടത്തിയിട്ടുള്ളത്. എന്തായാലും ആ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. രാത്രി വൈകിയും നിരവധി ആളുകൾ ഇപ്പോഴും മരക്കൂട്ടവും ശരം കുത്തിയും അടക്കമുള്ള പ്രദേശങ്ങളിൽ ക്യൂവിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോഴും ആ തിരക്ക് തുടരുന്നുണ്ട്. അപ്പോൾ ആ തിരക്കുള്ളപ്പോഴും സുഗമമായ ദർശനം ഭക്തർക്ക് ലഭിക്കുന്നുമുണ്ട്. താങ്ക് യു.